അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സമൂഹത്തിൽ മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരുമാവട്ടെ മറ്റ് ഏത് മതക്കാരാവട്ടെ നല്ല സൗഹാർദ്ദത്തോടും ഒത്തൊരുമയോടും കൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ മധ്യത്തിൽ ചില പുഴുക്കളൊക്കെ വരും. അവരെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കൃഷി നടത്തുന്നുണ്ടെങ്കിൽ കൃഷി നല്ല രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ചില പുഴുക്കൾ വന്ന് അതിനെ നശിപ്പിക്കാൻ നോക്കും. അതേപോലെയാണ് ഈ പുഴുക്കളുടെയും പണി. അതായത് മുസ്ലിം സമുദായത്തെയും ഹൈന്ദവരെയും തമ്മിൽ തെറ്റിപ്പിക്കാനും അവരുടെ ഇടയിൽ വിദ്വേഷം പകർത്താനും വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടുത്തായിട്ട് കണ്ട ഒരു വീഡിയോ ആണ്. ഞാനിതൊരു റിയാക്ഷൻ വീഡിയോ ടൈപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, കാരണം ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാറുണ്ട്. ആ വീഡിയോ തന്നെ ഏകദേശം 10 മിനിറ്റോളം ലെങ്ത് ഉള്ളത് കൊണ്ട്, അത് നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും നീട്ടി പറയുന്നില്ല. ഞാൻ ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ഈ എൻ.ആർ. മധു എന്ന് പറയുന്ന മധുച്ചേട്ടൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ഇസ്ലാം മതത്തെ അങ്ങ് അതിൽ വരുന്നതായ അങ്ങനെയാണ് ഇങ്ങനെയാണ് തുടർന്ന് ആ ഒരു മതത്തിനെ പുച്ഛിക്കുന്ന രീതിയിൽ അതിൽ ഏകദൈവ വിശ്വാസമോ മറ്റു ദൈവങ്ങളെ വിശ്വസിക്കാൻ പാടില്ലേ തുടർന്നിട്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളും വലിച്ചിടാൻ വേണ്ടി നോക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം മുസ്ലിമീങ്ങളെ പറ്റിയിട്ട് പറയാത്ത ഇൻ്റർവ്യൂ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ അകത്തും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നത് മുസ്ലിമീങ്ങളെ കുറിച്ചിട്ടും അതേപോലെ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതേ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത്. ഈ അടുത്ത് വേടനെ കുറിച്ചിട്ടും അതിൻ്റെ പറ്റിയിട്ടും ഒരു വീഡിയോ വന്നിരുന്നു. ഇപ്പോൾ ഇതാ ബാങ്കിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. എന്താണെന്നറിയോ? ഒന്ന് കേട്ട് നോക്കിയേ. 5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. അതെങ്ങനെയാണ്? എനിക്ക് എന്റെ വിശ്വാസമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമെന്നും വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്റെ മതം മാത്രമാണ് ശരി എന്ന വാദം അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ഹിന്ദു പറഞ്ഞാലും നമ്മൾ 5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. വിശുദ്ധ ഖുർആനിലെ 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്റെ മതം മാത്രമാണ് ശരി എന്ന വാദം അടിസ്ഥാനപരമായി തെറ്റാണ്. കണ്ടോ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ഇതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ആദ്യം പറഞ്ഞ ആ പുഴുണ്ടല്ലോ, അത് ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, ഈ ഇദ്ദേഹം മാത്രമല്ല, ഇതുപോലെ പല ആൾക്കാരുണ്ട്. നമ്മളെ എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്ന മുസ്ലിം. അവരുടെ പണി എന്താണെന്ന് വെച്ചാൽ, എപ്പോൾ നോക്കിയാലും അവരുടെ വായിൽ അവരുടെ ചാനലിൽ അവരുടെ വീഡിയോസ് വരുന്നത് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരിൽ നിന്ന് അവരെ ഇസ്ലാം മതത്തിൽ നിന്ന് തെറ്റിപ്പിച്ച്, അതായത് സ്വതന്ത്രനായിട്ട് അവർക്ക് ഏത് മതവും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് ഈ മുസ്ലിം എന്ന് പറയുന്നത്. അതിൽ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഗ്രൂപ്പായിട്ട്, ആരിഫ് ഹുസൈനെ പോലെ, അതേപോലെ ജാമിദ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവരുടെ ഗ്രൂപ്പ് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ഏതായാലും യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പിന്നിൽ ഒരിക്കലും നിങ്ങൾ പോകാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ എൻ.ആർ. മധു അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, മധുചേട്ടന്റെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ എങ്ങനെയാണോ മറുപടി കൊടുക്കേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ മറുപടി കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അൻസാരി സുഹരി ഉസ്താദിനെയാണ്. അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ ആ വീഡിയോ കാണുകയും, പല ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അവരൊക്കെ ആ വീഡിയോ കാണുകയും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോൻ്റെ അകത്തും ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു 10 മിനിറ്റോളമുള്ള വീഡിയോ നിങ്ങൾ ശരിക്കും ഇരുന്ന് കേൾക്കേണ്ട വീഡിയോ ആണ്. ശരിക്കും ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ട വീഡിയോ ആണ്. ശരിക്കും നിങ്ങൾ ഇത് കേട്ട് നോക്കിയേ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ 100% നമുക്ക് യോജിക്കാൻ കഴിയണം. ഈ വെറുതെ ഇല്ലാതെ മുസ്ലിം സമുദായത്തെയും അതേപോലെ ഹൈന്ദവരെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ നോക്കുന്നതായ, ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നതായ ആൾക്കാരെ തൊട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം അവരുടെ യഥാർത്ഥമായ മുഖം എന്താണ്, അവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അൻസാരി സുഹരി ഉസ്താദ് ഒരു നല്ലൊരു പണ്ഡിതൻ കൂടിയാണ്. മാത്രവുമല്ല അദ്ദേഹം നല്ല രീതിയിൽ സമകാലിക ഈ ഒരു സമയത്ത് വേണ്ടതായ വിഷയങ്ങൾക്ക് നല്ല രീതിയിൽ അവതരണം കൊടുക്കുന്നതും അതേപോലെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നതുമായ ഒരു വ്യക്തിയും കൂടിയാണ്. മറുപടി കൊടുക്കേണ്ട സമയത്ത് ശരിക്കും മറുപടി കൊടുക്കുന്ന വ്യക്തിയും കൂടിയാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ ഇട്ട് തരുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വേറെ മതത്തെയും നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. ഈ ഒരു വീഡിയോൻ്റെ അകത്ത് എല്ലാ മതക്കാരും നമുക്ക് സൗഹൃദത്തോടെ ജീവിക്കണം അല്ലെ, അവര് നമുക്ക് വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് അത് തന്നെയാണ് അല്ലെ. എല്ലാവരോടും ഒത്തൊരുമയോടെ നല്ല സൗഹൃദത്തോടെ ഇരിക്കണം എന്നാണ് പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്തെന്ന് ഹൈന്ദവരെ കണ്ടാൽ അവർക്ക് കല്ലെറിയുക, അവരെ കൊല്ലുക, ഇങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. അവരെയും നല്ല രീതിയിൽ സ്നേഹിക്കുക, അവരുടെ മതത്തെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത് അല്ലെ.
അപ്പം നമ്മളായിട്ട് വേറെ ഒരു പരിപാടിക്കും പോകാൻ പാടില്ല. ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഇത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ അതിനെ ഈ ചെവിയിൽ കേൾക്കുക, ഈ ചെവിയിൽ വിട്ട് വിടുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇൻഷാ അല്ലാഹ് ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് അൻസാരി സുഹരി ഉസ്താദിന്റെ ചെറിയ വീഡിയോ അല്ല, ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് തരാം, സ്പീഡിൽ ഞാൻ പ്ലേ ചെയ്ത് തരാം. അതൊന്ന് കേട്ട് നോക്കി അതിനുശേഷം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒന്ന് കേട്ട് നോക്കിയേ. 5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. അതെങ്ങനെയാണ്? 5 നേരം എല്ലാ നിസ്കരിക്കുന്നത് വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമെന്നും വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്റെ മതം മാത്രമാണ് ശരി എന്ന വാദം അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ഹിന്ദു പറഞ്ഞാൽ നമ്മൾ മുഖവരി എന്നോളം പറയാണ്. ഒരാൾ ഒരു കാരണവശാലും എന്റെ കമന്റ് ബോക്സിൽ മധുചേട്ടനെയോ മധുചേട്ടന്റെ വിശ്വാസത്തെയോ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമന്റും എഴുതരുത്. പ്രിയപ്പെട്ട മധുചേട്ടാ, ബാങ്ക് പരമത വിദ്വേഷമാണെന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത്. എല്ലാ ബഹുമാനാദരവ് നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്നു മുതലാണ് ബാങ്ക് പരമത വിദ്വേഷമായത്? നമ്മുടെ നാട് നഗരവും ബാങ്ക് കേട്ട് ഉണരാൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയോ അല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടല്ലേ. വർത്തമാന കാലഘട്ടത്തിൽ പല ആളുകളും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാണ് ഞങ്ങൾ സന്ധ്യാവിളക്ക് ഞങ്ങൾ വെക്കുന്നത്. ലോകത്ത് ഒരു ജനതക്കും അവകാശപ്പെടാൻ കഴിയാത്ത മഹിതമായ സംസ്കാരം നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ നാടിന്റെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഈ ഗ്രഹാതുരത്വം. പ്രഭാതത്തിലെ ബാങ്കുവിളി, അമ്പലത്തിലെ കീർത്തനങ്ങൾ, പള്ളിയിലെ മണിയടി. ഒരു ജനതക്കും ഇത്തരം ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഇതിൽ ബാങ്കിൽ മാത്രം പരമത വിദ്വേഷം വന്നു. എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ച് മനസ്സിലാകുന്നില്ല. എന്താണ് അതിന്റെ കാരണം? ചേട്ടൻ തന്നെ പറയൂ, കേട്ടെ. 5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. വിശുദ്ധ ഖുർആനിലെ 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്റെ മതം മാത്രമാണ് ശരി എന്ന വാദം അടിസ്ഥാനപരമായി തെറ്റാണ്. അപ്പൊ അതാണ് കാര്യം. ബാങ്ക് പരമത വിദ്വേഷമാണ്. എങ്ങനെ പരമത വിദ്വേഷമായി? അള്ളാഹു അല്ലാതെ ദൈവമില്ല, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നു എന്നതാണ് മധുചേട്ടന്റെ വ്യൂ പോയിന്റിൽ പരമത വിദ്വേഷം. എന്റെ മതം മാത്രമാണ് ശരി, എന്റെ ദൈവം മാത്രമാണ് ശരി, എന്റെ ധർമ്മം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുക എന്നുള്ളത്, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് പരമത വിദ്വേഷമാണോ മധുചേട്ടാ? എനിക്ക് അഭിപ്രായമില്ല. എനിക്കെന്നല്ല, ഭഗവത്ഗീതയ്ക്ക് പോലും അഭിപ്രായമില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മധുചേട്ടാ? ഭഗവത്ഗീതയുടെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിന്റെ 35-ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയാ പരധർമ്മോ ഭയാവഹ. എന്താണ് പ്രിയപ്പെട്ട മധുചേട്ടാ ഇതിന്റെ വിവർത്തനം? നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടുന്ന അന്യധർമ്മം, മതം, അന്യധർമ്മം അന്യമതത്തെക്കാളും മഹിതമായത്, ശ്രേയാൻ നല്ലത്, മഹിതമായത്, പവിത്രമായത് സ്വന്തം ധർമ്മമാണ് എന്ന് മാത്രമല്ല, സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നവന്റെ മരണം പോലും ശ്രേഷ്ഠകരമാണ്. ശ്ലോകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പരധർമ്മോ ഭയാവഹ. പരധർമ്മം, അന്യധർമ്മങ്ങൾ, അന്യമതങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഭയമുണ്ടാക്കി തീർക്കുന്നതാണ്, ഭയാനകരമാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പൊ ചേട്ടൻ എന്ത് മനസ്സിലായി? ഗീത പറയുന്നത് സ്വധർമ്മമാണ് സത്യം, പരധർമ്മം, അന്യധർമ്മങ്ങൾ അത് ഭയമുണ്ടാക്കി തീർക്കുന്നതാണെന്ന് ഗീത പറഞ്ഞു വെക്കുന്നു. ആ ഗീത പറയുന്ന ആശയത്തെയല്ലേ സത്യത്തിൽ മധുചേട്ടൻ ഫോളോ ചെയ്യുന്നത്? അതിന്റെ പേരിലല്ലേ ഈ പരമത വിദ്വേഷം പച്ചയായിട്ട് ഇസ്ലാമിനെയൊക്കെ ഇങ്ങനെ സഭ്യതരമാക്കുകൾ കൊണ്ട് അവഹേളിക്കുന്നത്? അവരുടെ ഭക്ഷണത്തെ, അവരുടെ വസ്ത്രത്തെ, അവരുടെ ആരാധന കർമ്മങ്ങളെയൊക്കെ നിശ്ചിതമായി വിമർശിക്കുകയല്ലേ? എന്നാൽ ഞങ്ങൾ ആരെങ്കിലും ഗീതയിൽ പറഞ്ഞ ഈ ശ്ലോകം എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളെ ആക്ഷേപിക്കാൻ സന്നദ്ധമാകുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഏതാണ് നല്ലത് എന്ന് അവൻ സ്വയം മനസ്സിലാക്കി പഠിച്ചിട്ട് അവനിക്ക് അതിനെ ഫോളോ ചെയ്യാം. ഞാൻ വിശ്വസിക്കുന്നത് ഇലാഹുക്കും ഇലാഹും വാഹിദ്, എന്റെയും നിന്റെയും ഉടയവനായ സൃഷ്ടാവായ പടച്ചതമ്പുരാനായ ഏക ഇലാഹായ അള്ളാഹുവാണ് സത്യമെന്ന് ഞാൻ എന്റെ പഠനത്തിലൂടെ മനസ്സിലാക്കി വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം എനിക്ക് ഉൾക്കൊള്ളാനും അനുധാവനം ചെയ്യാനും സമൂഹത്തോട് പറയാനും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന എനിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് തരുന്നുണ്ട്, പൗരാവകാശം, വ്യക്തി സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതുള്ളതുകൊണ്ടാണ് ചേട്ടൻ പച്ചയായിട്ട് ഈ വിമർശനം നടത്തുന്നത്. അതുള്ളതുകൊണ്ടാണ് ഞാൻ എന്റെ ആശയത്തെ അങ്ങയോട് വിനയത്തോടു കൂടി ബഹുമാനത്തോടു കൂടി പറയുന്നത്. ഇതെവിടെയാണ് പ്രശ്നം? നോക്കൂ ചേട്ടാ, എല്ലാ വിശ്വാസങ്ങളും ശരിയാണെന്ന് പറയുമ്പോഴാണോ സഹാനുഭൂതിയുള്ള മാനവികമായ ചിന്ത എന്ന് പറയുക? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങൾ, അവരിലെ പാസ്റ്റർമാർ, അവരുടെ ഉപദേശികളായ ആളുകൾ അങ്ങാടികളിൽ മൈക്ക് കെട്ടി പ്രസംഗം നിങ്ങൾ കേട്ട് കാണുമല്ലോ. എന്താ അവർ പറയാറുള്ളത്? ഏക രക്ഷകൻ, ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. അവരങ്ങനെ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ പല കർമ്മങ്ങളിൽ നിന്നും അവർ വിട്ടു നിൽക്കും. എന്തുകൊണ്ട്? അത് 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ. പക്ഷെ അവരോടൊന്നും പലർക്കും വിദ്വേഷമില്ല. പക്ഷേ ബാങ്കിലൂടെ അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പരമത വിദ്വേഷമാണ്. അവിടെ ഒന്നും ആർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷേ മുസൽമാൻ അവന്റെ വിശ്വാസം അത് സത്യമാണ്, അത് മാത്രമാണ് സത്യമെന്ന് പ്രസംഗിച്ചാൽ അപ്പോഴേക്കും വികാരം വ്രണപ്പെടുന്നതിന്റെ ചേതോ വികാരം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ അവസരത്തിൽ മധുചേട്ടനോട് ഒരു ചിന്തനീയമായ കാര്യം ഞാൻ പങ്കുവെക്കുകയാണ്. ലോകത്തെ എല്ലാവരും കണ്ടെത്തുന്ന ശരികളും ഉത്തരങ്ങളും നമ്മുടെ കൂടി ശരികളും ഉത്തരങ്ങളും ആയിക്കോണമെന്നില്ല. നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുന്ന, നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മുടെ ശരി. എല്ലാവരുടെ ശരികളെ നമ്മൾ ശരിവെക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു വ്യക്തിത്വമുള്ള ക്വാളിറ്റിയുള്ള മനുഷ്യർക്ക് വേദ്യമായ കാര്യമില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, പല ആളുകളും 2-2 6, 6-6 10 എന്ന് വാദിക്കുന്നു. എന്നാൽ നമ്മൾ 2-2 4, 6-4 10 എന്ന് നമ്മൾ വാദിക്കുന്നു. എന്നാൽ അവനോടുള്ള സഹാനുഭൂതിക്കും അവനോടുള്ള അനുകമ്പയുടെ പേരിൽ ആ പറയുന്ന തെറ്റായ ആർഗ്യുമെന്റിനെ ഞാൻ അംഗീകരിക്കേണ്ടതില്ല. എന്റെ ബോധ്യങ്ങൾ എന്റെ ശരികളായിരിക്കണം, ആ ശരികൾക്കൊപ്പമായിരിക്കണം ഞാൻ. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യക്തിത്വമുള്ള ക്വാളിറ്റി ഉള്ളവനാകുന്നത്
സത്യത്തിനൊപ്പം നിൽക്കുമ്പോഴാണ്. എല്ലാം ശരിയാണെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു തലത്തിൽ പറഞ്ഞാൽ അത് ഉഡായിപ്പാണ്. ആത്യന്തികമായി സത്യം, ആത്യന്തികമായി ശരി ഒന്നു മാത്രമായിരിക്കും. അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ധർമ്മം എന്നുള്ളത്. ഇനി എന്താണ് മധുച്ചേട്ടന്റെ പ്രശ്നം? പറയൂ. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരെ കാഫിർ എന്നാണ് വിളിക്കുന്നത്. ഇസ്ലാം അല്ലാത്ത എല്ലാവരും കാഫിറാണ്. കാഫിർ എന്നുള്ളത് അതാണ് പ്രശ്നം അല്ലേ? ചേട്ടൻ ഈ വാർത്തയെന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ. പഴനിയിലും ഉപക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ആരാണ് ചേട്ടാ ഈ അഹിന്ദു എന്ന് പറഞ്ഞത്? അഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാ? ഹിന്ദുക്കളല്ലാത്തവരല്ലേ? കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവർ, മുസ്ലിം മതവിശ്വാസികളല്ലാത്തവരെന്നേ അർത്ഥമുള്ളൂ. അതിന് മോശപ്പെട്ട ഒരു അർത്ഥവും ഇല്ല. വൃത്തികെട്ടവനെന്നോ തെമ്മാടിയെന്നോ ഏതെങ്കിലും അശ്ലീലമായ ഒരു വാക്കേയല്ലത്. ഇങ്ങനെ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. അവിശ്വാസി, നിങ്ങൾ പറഞ്ഞില്ല അഹിന്ദുക്കൾ, ഹിന്ദു അല്ലാത്തവർ, ഹിന്ദു മതത്തിൽ വിശ്വസിക്കാത്തവർ എന്ന് പറയുന്നില്ലേ? എന്ന് പറയുന്ന പോലെ വലിയ കാര്യമാക്കണ്ട. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന് എഴുതിയിട്ടുണ്ട്. ഹിന്ദുക്കളല്ലാത്തവരെല്ലാം അഹിന്ദുക്കളാണ്. ചേട്ടൻ പറഞ്ഞ പോലെ മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം കാഫിറാണ് എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെ സില്ലി കേസാണെന്നേ. ഇതിന്റെ ഒന്നും പിന്നാലെ പോയി പ്രശ്നമാക്കല്ല. ഇനി എന്താണ് പ്രശ്നം? അടുത്ത പ്രശ്നം പറയൂ. സ്വർഗവും ഹോർലിങ്ങളും എത്രയോ തവണ പറഞ്ഞു. വളരെ കൃത്യമായി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇത് സത്യത്തിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം കോൺസെപ്റ്റ് മാത്രമല്ല ഈ സ്വർഗവും ഈ ഹോർലിങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഗീതയിലുണ്ടെന്നേ. നമ്മുടെ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 37-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ഹതോവാ പാപ്സ്യ സ്വർഗം ജിത്തോവാ ഭൂഷിസ്സേ മഹിം തസ്മാദുഷ്ട കൗന്ദേയ യുദ്ധ കൃതനിശ്ചയ. അർജുനോട് ശ്രീകൃഷ്ണൻ പറയാണ്, യുദ്ധത്തിൽ ഇറങ്ങിക്കോളൂ. യുദ്ധത്തിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഭൂമിയിൽ അധികാരമുണ്ട്. അതല്ല, ധർമ്മത്തിന് വേണ്ടി അടർക്കളത്തിൽ അടരാടി രക്തസാക്ഷിത്വം വഹിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിലെ അനുഭൂതികളിൽ ഒന്നാണ് 1000 അപ്സരസുകൾ. ഇതൊക്കെ നിങ്ങളൊന്ന് സമഗ്രമായി പഠിച്ചാൽ മനസ്സിലാകും. നമ്മൾ ആരോടെങ്കിലുമൊക്കെയുള്ള വിദ്വേഷം കൊണ്ട് സ്വന്തം മതഗ്രന്ഥം തുറന്ന് വായിക്കാൻ കഴിയാതെ അതിന്റെ അസഹിഷ്ണുതയും അതിന്റെ ക്രോധമൊക്കെ മറ്റുള്ളവരോട് പ്രകടിപ്പിച്ചൊന്നും കാര്യമില്ല. മതിച്ചേട്ടാ, നമ്മൾ ഇതൊക്കെ പഠിക്കും. സ്നേഹത്തോടു കൂടി ആദരോട് ഇതൊക്കെ ഒന്ന് പഠിക്കൂ. അല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതം എന്നുള്ള നിലയ്ക്ക് അതിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടാൻ പോവുകയാണ്. അതിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടാൻ പോവാണ്. അതെ, ഇസ്ലാമിന്റെ പ്രസക്തി ലോകത്തുനിന്ന് ഇല്ലാതായി പോവാണ്. ഇസ്ലാം തന്നെയും ഇല്ലാതായി പോകാൻ പ്രസക്തി അവിടെ നിൽക്കട്ടെ. മധുച്ചേട്ടൻ വാർത്തയൊന്നും വായിക്കാറില്ല എന്ന് എനിക്ക് തോന്നലേ? ഈ വാർത്തയൊന്ന് കണ്ടോളി. ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണെന്നാണ് US ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്യൂ റിസർച്ച് സെന്ററിലെ റിപ്പോർട്ട്. നിലവിലെ വളർച്ചാ പ്രവണത തുടർന്നാൽ 2070 ആവുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ അനുനായികളുള്ള മതം ഇസ്ലാം ആയിരിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മധുച്ചേട്ടന്റെ വിഷമം മാറിയല്ലോ. ഇനി മധുച്ചേട്ടൻ മറ്റൊരു പരാമർശം നടത്തുന്നുണ്ട്, അതുകൂടി നമുക്ക് കാണാം. ക്രിസ്ത്യാനിറ്റി അങ്ങനെയല്ല. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് മാനവ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മറ്റൊരു ബുദ്ധൻ വേഷമാണ്. ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്ന മനോഹരമായ ഒരു കാവ്യമാണ്. ബൈബിളിനെ കുറിച്ച് വളരെ മഹത്തായ വേദഗ്രന്ഥമാണെന്ന് പറഞ്ഞു, നല്ല ആശയമാണെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനെ കുറിച്ച് വാനോളം വാഴ്ത്തി. സത്യത്തിൽ മധുച്ചേട്ടൻ ഇത് ആത്മാർത്ഥത്തോട് പറഞ്ഞാണ്. സത്യം പറ, ആത്മാർത്ഥത്തോട് പറഞ്ഞാണ്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം മധുച്ചേട്ടന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്നവരല്ലേ? ദേ ഈ കാണുന്ന മാതാവിന്റെ ഈ ചില്ലും കൂടെ കടി ചേർന്ന് നോക്കിയേ, നന്നായിട്ട് നോക്കി. മധുച്ചേട്ടൻ പ്രവർത്തിക്കുന്ന അതേ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാസാഗർ ഗുരുമൂർത്തി മഹാനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണെന്നറിയോ? കണ്ടോക്ക്. യേശു എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്നത് വേറെ കാര്യം, അത് മിഥ്യയാണ്. ചരിത്രം പഠിച്ചവർക്കറിയാം, ബൈബിളിന് പുറത്ത് മറ്റൊരു ചരിത്രരേഖയിലും യേശു ജീവിച്ചിരുന്നതായിട്ട് ഒരു രേഖ പോലുമില്ല. വ്യാജനായ ചരിത്രത്തിലില്ലാത്ത ഒരു ക്രിസ്തുവിനെ ഹിന്ദു മഠങ്ങളിൽ വെച്ച് പൂജിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ നിങ്ങളെല്ലാവരും തമ്മിൽ ഒന്നിച്ചിരുന്ന് ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനം എടുക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം പറയുന്നതൊക്കെ വൈരുദ്ധ്യമായി പോകും. ഏതായിരുന്നാലും അങ്ങയുടെ ഇത്തരത്തിലുള്ള പരാമർശം കാരണം കുറേയൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങ് നടത്തിയ പരാമർശത്തിന്റെ ഒരു പോസിറ്റീവായ വശമാണ്. ദൈവമെല്ലാം അനുഗ്രഹിക്കും. ഓക്കെ, ഏതായാലും നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. ഇനി കൂടുതലായിട്ട് ലാഗ് അടിപ്പിക്കുന്നില്ല. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും ഞാൻ ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ മൈക്കൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ഞാൻ വേറൊരു സ്ഥലത്താണുള്ളത്. ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇത് വീഡിയോ ചെയ്ത് ഇറക്കണമെന്ന് തോന്നി. ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്ത് ഇറക്കിയത്. ഓക്കെ, അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ചാണ് വരുന്നത്. അത് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് കുറച്ച് ലാഗായിട്ട് ഒരു ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു വീഡിയോ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത മാസം ശരിയായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്.